തിരുനാവായ വാവൂർക്കുന്ന് SC കോളനിക്ക് ശ്മശാന ഭൂമി വിട്ടു നൽകി CP മുഹമ്മദ് മാതൃകയായി. ഭൂമിയുടെ രേഖകളും മറ്റും കഴിഞ്ഞ ദിവസം MLA കുറുക്കോളി മൊയ്തീന്റെ സാന്നിധ്യത്തിലാണ് കോളനി നിവാസികൾക്ക് കൈമാറിയത്. കോളനിയിലെ മുതിർന്ന കാരണവരായ അയ്യപ്പൻ രേഖകൾ ഏറ്റുവാങ്ങി. വർഷങ്ങളായി കേസിൽ കിടക്കുകയായിരുന്ന ഈ ഭൂമി കേസ് തനിക്ക് അനുകൂലമായി വിധിക്കാനിരിക്കെയാണ് മുഹമ്മദ് ഭൂമി ഇവർക്ക് തന്നെ സൗജന്യമായി വിട്ടു നൽകി നാടിന് മാതൃകയായത്. തിരുനാവായ പഞ്ചായത്ത് 12-ാം വാർഡിൽ താമസിക്കുന്ന ചെറുപ്പറമ്പിൽ കോയറ്റി എന്നവരുടെ മകനാണ് ഞാൻ. ഞങ്ങളുടെ തറവാട്ട് വക സ്വത്തിൽപ്പെട്ട ഒരു 26 സെന്റ് സ്ഥലം കോളനിക്ക് വേണ്ടിയിട്ട്, കോളനിയിലെ ജനങ്ങൾക്ക് വേണ്ടി ശ്മശാനമായിട്ട് ഉപയോഗിക്കാൻ അതിമുണ്ടായിരുന്ന കേസ് രാജിയാക്കിക്കൊണ്ട് അവർക്ക് റിക്കാർഡാക്കി കൊടുക്കുകയും അതോടനുബന്ധിച്ച് തന്നെ അതിൽ വരുന്ന ബാക്കി വരുന്ന ആ പട്ടികയിൽ വരുന്ന 4 സെന്റ് സ്ഥലം താഴത്തെ കോളനിക്കാർക്ക് റോഡിന് വേണ്ടിയിട്ട് ഞാൻ സൗജന്യമായിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട്. വാതുക്കോട് പറമ്പ് എന്ന് പറയുന്ന 1 ഏക്കർ 30 സെന്റ് സ്ഥലം വരുന്ന ഞങ്ങളുടെ പറമ്പിൻ്റെ കിഴക്കേ അറ്റത്തായിരുന്നു എൻ്റെ ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവരുടെ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ വന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പറമ്പിൻ്റെ കിഴക്കേ ഭാഗത്ത് കൊണ്ട് മറവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സമ്മതം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഭൂമി അവർക്ക് കൈവശം കൊടുക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റിക്കാർഡുകളായിട്ട് ചെയ്തു കൊടുക്കുകയോ ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ല. ഒരു സുപ്രഭാതത്തിൽ അടുത്ത കാലത്ത് ഒരു 10-12 വർഷം 13 വർഷം മുമ്പ് എൻ്റെ ഉപ്പ മരിച്ച സമയത്ത് മരിച്ചപ്പോൾ അതിൽ വരുന്ന സ്ഥലം, ഈ പാതുക്കോട് പറമ്പിൽ വരുന്ന ഈ ശ്മശാനം ഇവർ ഈ മറവ് ചെയ്യുന്നതിൻ്റെ ബാക്കി വരുന്ന സ്ഥലം ഭാഗവത്രം ചെയ്തപ്പോൾ ഏകദേശം ഞാനൊരു 30 സെന്റ് സ്ഥലത്തോളം അവിടെ ഒരു കമ്പിവേലിയുണ്ട്. ആ കമ്പിവേലിൻ്റെ അപ്പുറത്തെ ഭാഗം B പട്ടിക എന്ന് പറയുന്നത്, A പട്ടികയിൽ ഉണ്ടായിരുന്ന അവകാശ സ്വത്ത് ഞാൻ ഭാഗവത്രം ചെയ്ത് എൻ്റെ പെങ്ങന്മാർക്ക് അവകാശം കൊടുത്തിരുന്നു. ഈ B പട്ടിക എന്ന് പറയുന്ന ആ സ്ഥലം അവിടെ ഞാൻ ഒന്നും ചെയ്യാതെ അങ്ങനെ ഒഴിവാക്കിയിട്ടിരുന്ന കിടന്നിരുന്ന ഒരു ഭൂമിയാണ്. ഒരു സുപ്രഭാതത്തിൽ എൻ്റെ പെങ്ങന്മാരുടെ ഈ അവകാശത്തിലേക്ക് വഴികൾ നടക്കാൻ പാടില്ല, ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ കോളനിയിൽപ്പെട്ട ആൾക്കാരും ചില ഭൂമാഫിയ കച്ചവടക്കാരും അവരെ പിന്താങ്ങിക്കൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് ആ ഭൂമിമാർ ഒരു 10 വർഷത്തിൽ പരം വർഷം കേസ് കോടതിയിലൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 10 വർഷത്തോളം നടന്ന ആ കേസ് 10 വർഷത്തിന് ശേഷം ആ കേസ് ഏകദേശം വിധി പറയേണ്ട സമയത്താണ് അവർ ഈ ഹരിജൻസ് പറയുന്ന എൻ്റെ ഈ പ്രതികളെന്ന് പറയുന്ന 3-4 ആൾക്കാരും നാട്ടിലെ ചില മധ്യസ്ഥന്മാരും കൂടി എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ആ ഭൂമിയുടെ കേസ് ഒഴിവാക്കി കൊടുത്ത് അവർക്ക് ശ്മശാനമായിട്ട് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ഞാൻ അവർക്ക് അവിടെ 1-2 ഡിമാൻഡ് വെച്ച് കൊടുത്തുകൊണ്ട് കേസ് ഞാൻ അവിടെ അവസാനിപ്പിക്കാമെന്ന് പറയുകയും അതിൽ ഒരു ഡിമാൻഡ് ഞാൻ അവരോട് പറഞ്ഞത്, അവിടെ താഴത്തെ കോളനിയിൽ താമസിക്കുന്ന ഒരു 10-35 വീട്ടുകാരുണ്ട്. അവർക്ക് വർഷകാലം വന്നു കഴിഞ്ഞാൽ നടന്നു പോകാൻ പോലും വഴിയില്ലാത്ത ഒരു സ്ഥലമായിരുന്നു അത്. അതുകൊണ്ട് അവിടെയുള്ള ആൾക്കാർക്ക് വല്ല അസുഖമോ മറ്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ മറ്റു മാർഗങ്ങളില്ലാത്തതിൻ്റെ പേരിൽ അവർക്കൊരു റോഡിൻ്റെ സ്ഥലം കൂടെ ഈ സ്ഥലത്ത് ഇന്ന് കൊടുക്കണം എന്നുള്ളൊരു ഡിമാൻഡ് വെച്ചിട്ടാണ് ഞാൻ അവർക്ക് ആ ഭൂമി കൊടുക്കുക എന്ന് പറഞ്ഞത്. അങ്ങനെ വക്കീലുമായി ബന്ധപ്പെട്ട് അവർക്ക് ആ ഭൂമിയുടെ നിന്ന് ഈ 30 സെന്റ് സ്ഥലമുള്ളതിൽ നിന്ന് 26 സെന്റ് സ്ഥലം അവർക്ക് കൊടുക്കുകയും ബാക്കി വരുന്ന 4 സെന്റ് സ്ഥലം അത് താഴത്തെ കോളനി നിവാസികൾക്ക് വേണ്ടിയിട്ട് റോഡിന് വേണ്ടിയിട്ടും കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് അവിടെ റിക്കാർഡ് കൈമാറുന്ന ഒരു ചടങ്ങാണ് അവിടെ കുറുക്കോളി മൊയ്തീനും MLA വന്ന്. ഇതോടുകൂടി വാവൂർക്കുന്നിലെ 35ഓളം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് റോഡും വഴിയും ഒരുങ്ങി. എഡിറ്റർ ലൈവ്, തിരുനാവായ.